മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ഹൈക്കോടതി. കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. ഇടക്കാല പുരോഗതി റിപ്പോർട്ട് SP S ശശിധരൻ നേരിട്ട് ഹാജരായി കോടതിക്ക് കൈമാറി. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്നത്തെ നടപടികൾ. SIT അന്വേഷണം 10 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ആദ്യ റിപ്പോർട്ട് SP S ശശിധരൻ ഹൈക്കോടതിയിൽ നൽകിയത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ ഹാജരായി. ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. ഇതിനിടയിലാണ് സ്വമേധയാ മറ്റൊരു കേസ് കൂടി എടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. നിലവിലെ ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ്. കക്ഷികളെന്ന നിലയിൽ ഇവരെ ഒഴിവാക്കിയാണ് പുതിയ കേസെടുക്കുക. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്താനാണ് കോടതിയുടെ നടപടി. പുതിയ കേസിൽ ദേവസ്വം ബോർഡ്, സർക്കാർ, ദേവസ്വം വിജിലൻസ് എന്നിവരെ കക്ഷി ചേർക്കും. നവംബർ 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.